നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സോങ്സ് കേൾക്കുക എന്നുള്ളത്. ഇപ്പോൾ വാട്സാപ്പിലായാലും ടിക്ടോക്കിലായാലും നമ്മൾ ഒത്തിരി വെറൈറ്റി സോങ്സ് കേൾക്കാറുണ്ട്. വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ വെറൈറ്റി സോങ്സ് നമ്മൾ കേൾക്കാറുണ്ട്. ടിക്ടോക്കിൽ നമ്മൾ അങ്ങനത്തെ ഒത്തിരി വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സോങ്സിലും ചിലപ്പോൾ ലിറിക്സ് കാണും, ചിലതിൽ ലിറിക്സ് കാണത്തില്ല. അപ്പോൾ നമുക്ക് ലിറിക്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഏത് സോങ്ങാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ലിറിക്സ് ഇല്ലാത്ത സോങ് ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാണ് ഇപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ കമൻറ്റിൽ പോയിട്ട് ഇത് ഏതാ സോങ് എന്ന് കമൻറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള കമൻസിന് റിപ്ലൈ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ കമൻസിൽ പോയി ചോദിക്കാതെ തന്നെ നമുക്ക് ഇത് സ്വന്തമായിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ സോങ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ അവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് ഭാഷയിലുള്ള സോങ്സും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആര് പാടിയാന്ന് വരെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഷാസാം എന്നാണ്. ഇത് iOS-ലും ആൻഡ്രോയിഡിലും ഒരുപോലെ വർക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയി ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഓപ്പണായി വരുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റിയ നടുക്കൊരു സർക്കിളുണ്ട്. ഈ സർക്കിളാണ് നമ്മൾ മെയിനായിട്ടും സോങ്സ് ഐഡൻറ്റിഫൈ യൂസ് ചെയ്യുന്നത്. ആ സർക്കിളിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് സോങ്ങാണ് പ്ലേ ആവുന്നത് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ മേളിലൊരു ഇൻഡോ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ ഇടത്തെ സൈഡിൽ മേളിലായിട്ട് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് സോങ് ആണോ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ ലൈബ്രറി സെക്ഷനിലായിരിക്കും വന്ന് കിടക്കുന്നത്. നമ്മുടെ എല്ലാ സെർച്ച് റിസൾട്ടും ഇതിൽ വന്ന് സേവായി കിടക്കുന്നതായിരിക്കും. നമുക്ക് പിന്നീട് ഇവിടുന്ന് എടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ കറൻറ്റ്ലി ഇതിനകത്തൊന്നും ജസ്റ്റ് അവൈലബിൾ അല്ല, ഞാൻ ഇപ്പോൾ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത സൈഡിൽ വലത്തെ സൈഡിൽ മേളിലായിട്ട് ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ടോപ്പ് ട്രെൻഡിങ്ങിലുള്ള കുറച്ച് സോങ്സാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും, കേട്ട് നോക്കാനും പറ്റുന്നതാണ്. പക്ഷേ സോങ് ട്രൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫുൾ വേണമെങ്കിൽ നമുക്കത് വാങ്ങിക്കേണ്ടി വരും. പിന്നെ നടുക്കുള്ള സർക്കിൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഓട്ടോ ഷാസാം എന്ന് പറഞ്ഞൊരു മോഡിൽ എത്തുന്നതായിരിക്കും. ഓട്ടോ ഷാസാം എന്ന് പറയുന്നത് നമ്മൾ ഏത് സോങ്ങാണോ പ്ലേ ആവുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് സോങ് മാത്രമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇനി നമുക്കൊരു സോങ് ഒന്ന് പ്ലേ ചെയ്തിട്ട് അത് ഈ ആപ്ലിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സോങ്ങിൻ്റെ സെർച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റിയ സോങ്ങിൻ്റെ ടൈറ്റിലുണ്ട്, പിന്നെ ആരാണ് ഈ സോങ് പാടിയതെന്നെല്ലാം നമുക്ക് ഫുൾ ഡീറ്റെയിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി ഈ സോങ്ങിൻ്റെ വന്നിരിക്കുന്ന ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആണോ നമ്മുടെ പ്ലെയറിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ സെർച്ച് ചെയ്ത സോങ്ങിൻ്റെ നെയിം കൂടെ ഉണ്ട്, ആരൊക്കെയാണ് പാടിയെന്നുള്ളതും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേ ഇൻഫർമേഷൻ തന്നെയായിരിക്കും നമ്മുടെ റിസൾട്ടിലും കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് സോങ്ങാണെങ്കിലും നമുക്ക് ഇങ്ങനെ കറക്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ആരുടെ അടുത്തും പോയി നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷനുമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്ന വഴി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണുന്നവരെയും see you.